ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പണി ലീവായപ്പോൾ പശുക്കളെ തീറ്റാട്ടോ വീടിൻ്റെ അടുത്തുള്ള പറമ്പിൽ. ഇപ്പോൾ വൈകുന്നേരം കാലാവസ്ഥ ഇടിമഴ കൊണ്ട് നേരത്തെ തന്നെ തീറ്റ കേട്ടോ. നേരത്തെ തന്നെ തീറ്റ പുല്ലൊക്കെ അരിഞ്ഞ് സെറ്റാക്കും. അല്ലെങ്കിൽ വൈകുന്നേരം നല്ല ഇടിമഴയാകുമ്പോൾ ഒന്നിനും കഴിയില്ല. അപ്പോൾ നമ്മളെ പഴയ പശുവിന് പുതിയ പശുവിനെ ചെന ചെക്ക് ചെയ്യാൻ ഡോക്ടർ വന്നപ്പോൾ പഴയ പശുവിനെ ചെക്ക് ചെയ്തു. അപ്പോൾ ചെനൊന്നും ഇല്ല കേട്ടോ പഴയ പശുവിന്. അപ്പോൾ നമ്മൾ കണ്ടാൽ പശുവിൻ്റെ ആരോഗ്യമൊക്കെ കണ്ടാൽ ചെന ഉണ്ടെന്ന് കരുതും ശരീരം കണ്ടാൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുത്തിവയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, പ്രായം അധികമാവുകൊണ്ട്. അപ്പോൾ നമ്മളെ പുതിയ പശുവിന് ചെന 4.5 മാസം ഉണ്ട്. അപ്പോൾ പുതിയ പശുവിന് ഡോക്ടർ കാൽസ്യം ജെല്ല്, കാൽസ്യം പൗഡറൊക്കെ എഴുതി തന്നു കേട്ടോ. ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞത് ഫീഡ്സ് ഓവറായിട്ട് കൊടുക്കരുത്, ഫീഡ്സ് ചോക്കപ്പൊട്ടിൻ്റെ പിണ്ണാക്ക് ഓവറായിട്ട് കൊടുക്കരുത്, കഴിയുന്നതും പരുത്തി പിണ്ണാക്ക്, എള്ളും പിണ്ണാക്ക് അല്ലെങ്കിൽ കൊപ്പര പിണ്ണാക്കൊക്കെ കൊടുക്കുക. പശുവിൻ്റെ ആരോഗ്യം ഒന്ന് മെച്ചപ്പെട്ട് വരട്ടെ. പിന്നെ വിരേൻ്റെ ഗുളിക തന്നു കേട്ടോ, എഴുതി തന്നു പുതിയ പശുവിന് കൊടുക്കാൻ, ഡോസ് കുറഞ്ഞ ഗുളിക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പുതിയ പശുവിൻ്റെ കാര്യങ്ങൾ. പഴയ പശുവിന് നമുക്ക് കൊടുക്കാനും തോന്നില്ല. പഴയ പശു എന്താ വെച്ചാൽ നമുക്കിപ്പോൾ 4 ലിറ്റർ പാലുണ്ട്. പിന്നെ പശുവിനെ കൊണ്ട് എന്താ പറയുക, പശുവിന് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അതാണ് പശുവിനെ കൊടുക്കാനൊരു മടി. അപ്പോൾ ചെനപ്പിടിക്കാൻ എന്താ വെച്ചാൽ കുത്തിവയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പശുവിനെ. പശു എന്താ വെച്ചാൽ പ്രസവിച്ചാണ്ട് എണീക്കുമ്പോൾ പിന്നെ എണീക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആവുന്ന ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പശു നിൽക്കുന്നിടത്തോളം നിൽക്കട്ടെ. നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ.